ഇവൻ വട വമ്പനാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു മീൻ മാത്രമേ അവൻ്റെ പാത്രത്തിൽ വളരുകയുള്ളൂ, വേറൊരാളെ അവൻ സ്വീകരിക്കൂല എന്നൊക്കെ. പക്ഷേ എൻ്റെ ഗപ്പി എൻ്റെ ഇതിൽ കണ്ടോ, നോക്കുന്നുണ്ടില്ല കണ്ടിട്ട് തീറ്റി കൊടുക്കുന്ന ടൈമിൽ അവൻ ഓടി വരും കേട്ടോ കയ്യിലത്തേക്ക്. അതാ കണ്ട, അതിൻ്റെ അടിയിൽ വേറൊരു മീൻ ഇരിക്കുന്നത് കണ്ട. അതിന് ചെറുതായെന്ന് കൊണ്ടുവന്നിട്ടതാണ് കണ്ട, കുറേ വലുതായി. ആരല്ലോ അങ്ങനെ എന്തോ ഒരു മീനാണ്, പാടത്തുനിന്ന് കിട്ടിയതാണ്, നമ്മളെ പാടത്തെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. ജീവനുണ്ട്, ചെറുതായെന്ന് കൊണ്ടുവന്നിട്ടതാണ്. പക്ഷേ അവർ രണ്ടാളും കുറേ ആയി ഇതിലിങ്ങനെ ഇരിക്കുന്നത്, ഒരു 6 മാസത്തോളമായി. ഒരു പ്രശ്നമില്ല, അവരാരും ഫൈറ്റ് ചെയ്യുന്നില്ല കണ്ടോ. ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയും കേൾക്കുന്നത്, പക്ഷേ ഈ ഫൈറ്റർ ഫൈറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇതിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്, താഴത്ത് ഓടിപ്പോയോ, അതാ കണ്ട, അതിൻ്റെ അടിയിൽ പോയിരിക്കുന്നത്, ആ കല്ലുകളുടെ ഇടയിൽ പോയിരിക്കുന്നത്. അത് മേലോട്ടൊന്നും വരലിക്കില്ല കണ്ടോ, ആ കല്ലുകളുടെ ഇടയിലാണ് പോയിരിക്കുന്നത് കണ്ടോ, നീളത്തിലിങ്ങനെ. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ നീളമുണ്ട് കണ്ടോ, ഒരു നീളം കാണിക്കണുണ്ട്. ഇതാണ് ഈ ഫൈറ്ററിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കണ്ടോ, ഇത് ഫൈറ്റ്. അതിൻ്റെ അടിയിൽ അവരിയ്ക്കുന്നുണ്ട്. ഇതുവരെ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല, രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുകയാണ്. ഫൈറ്റർ കുറേ ആയിന് അവർ രണ്ടാളും കൂടെ ഒന്നിച്ച്, കുറേ ആയി അവരെങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട്. ഒന്നും ചെയ്യാറില്ല, ഉപദ്രവങ്ങളൊന്നും അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലേ, ഓടിപ്പോയി. പക്ഷെ അവന് അതിൻ്റെ താഴെയാണ്, നമുക്ക് കാണില്ല. ഞാൻ നോക്കട്ടെ, കൈയൊന്ന് വെച്ച് നോക്കാം. ഉണ്ടല്ലേ, വരുന്നേ ഓക്കേ കണ്ടോ. അതെ, കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ. അതെന്താ, തടിയില്ലാത്തൊരു മീനാണ്, നീളമുണ്ട്. അവർ രണ്ടാളും ഒന്നിച്ചാണ് ഒരു പാത്രത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും പറയും ഫൈറ്ററിൻ്റെ കൂടെ ഒരു മീനുണ്ടാവില്ല, അവൻ ഫൈറ്റ് ചെയ്യും ഒക്കെ. പക്ഷേ ഇവർ രണ്ടാളും കുറേ ആയി ഇതിലിരിക്കുന്ന മീൻ. ഈ തലക്കലുണ്ട് കണ്ടോ, കണ്ടില്ലേ, ക്ലിയർ അല്ല, ഇതായിരിക്കുന്നത്. ചെറിയൊരു പുള്ളിയൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു മീനാണ്. ഓക്കെ.